കേട്ടറ്റ് അക്കാദമിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുപ്രീം കോടതി കേട്ടറ്റിനെ സംബന്ധിച്ച് പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പോൾ കേട്ടറ്റ് നേടിയെടുക്കേണ്ട അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം നമുക്കറിയാം. സിലബസ് അനുസരിച്ച് പഠിക്കേണ്ട സമയവുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് 2 സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നുമുള്ള ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചും ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചുമാണ്. നമ്മളിന്ന് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നോക്കുന്നത്. എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം. ആദ്യത്തെ ഉത്ഖനനം നടന്നത് എവിടെ? പാകിസ്ഥാനിലെ ഹാരപ്പയിൽ. ആദ്യത്തെ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ലഭിച്ചത് എവിടെ നിന്ന്? ഹാരപ്പയിൽ നിന്നാണ് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി അറിയപ്പെടുന്നു. പാകിസ്ഥാനിലെ മോഹൻജോദാരോവിൽ ഉത്ഖനനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? RD ബാനർജി. പാകിസ്ഥാനിലെ മോഹൻജോദാരോവിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് RD ബാനർജി. ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരായിരുന്നു? സർ ജോൺ മാഷൽ. ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർ ജോൺ മാഷൽ. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്പൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയുമാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്പൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും. ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാന സവിശേഷത. ചുട്ട ഇഷ്ടികയുടെ ഉപയോഗമായിരുന്നു ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാന സവിശേഷത. ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാന സവിശേഷതയാണ് ചുട്ട ഇഷ്ടികയുടെ ഉപയോഗം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗര സവിശേഷതയായ ധാന്യപ്പുരകൾ കണ്ടെത്തിയത് എവിടെ നിന്ന്? രംഗ്പൂർ, ലോഥൽ. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ എന്നീ സ്ഥലങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗര സവിശേഷതയായ ധാന്യപ്പുരകൾ കണ്ടെത്തിയത്. ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്ന ധാന്യവിളകൾ. ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ. ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്ന ധാന്യവിളകളാണ് ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ. അതുകൂടാതെ അവർ പരുത്തി കൃഷിയും ചെയ്തിരുന്നു. നെൽകൃഷിയുടെ ഉറവിടം കണ്ടെത്തിയ ഹാരപ്പൻ സ്ഥലങ്ങൾ ഏതെല്ലാം? ഗുജറാത്തിലെ രംഗ്പൂറും ലോഥലും തന്നെയാണ് നെൽകൃഷിയുടെ ഉറവിടം കണ്ടെത്തിയത്. ഹാരപ്പൻ ജനത നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചത് എവിടെ നിന്ന്? രാജസ്ഥാനിലെ കാലിബംഗൻ. ഹാരപ്പൻ ജനത നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തിരുന്നതിനുള്ള തെളിവുകൾ ലഭിച്ചതാണ് രാജസ്ഥാനിലെ കാലിബംഗൻ. ഹാരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാകുന്ന നിർമ്മിതി. മുദ്രകളുടെ നിർമ്മിതിയാണ്. അവർ നിർമ്മിച്ചിരുന്നത് എങ്ങനെയാണ്? കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടുമാണ് അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നത്. ഹാരപ്പയിൽ നിന്ന് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച സ്ത്രീ രൂപങ്ങൾ എന്തിൻ്റെ തെളിവായിട്ടാണ് സൂചിപ്പിക്കുന്നത്? മാതൃദൈവാരാധനയുടെ രൂപമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ എന്തിനെയായിരുന്നു പ്രതിനിധാനം ചെയ്തത്? ആദിമ ശിവനെയാണ് പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ പ്രതിനിധാനം ചെയ്തിരുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങളായിട്ട് പറയുന്നതാണ് വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങളായിട്ട് പറയുന്നതാണ് വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, അതേപോലെ പകർച്ചവ്യാധികൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം.
ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എവിടെയാണ്? ഈജിപ്തിലെ നൈൽ നദീതട തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നതായിട്ട് പറയപ്പെടുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ മമ്മികളുടെയും പിരമിഡുകളെയും കുറിച്ച് ഗവേഷണം നടത്തിയ പുരാവസ്തു ഗവേഷകൻ ആരായിരുന്നു? ഹോവാർഡ് കാർട്ടർ ആണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ മമ്മികളുടെയും പിരമിഡുകളുടെയും കുറിച്ച് ഗവേഷണം നടത്തിയ പുരാവസ്തു ഗവേഷകൻ. പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്? ഫറവോ. ഈജിപ്തിലെ രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ അറിയപ്പെട്ടിരുന്നത് മമ്മികൾ എന്നാണ്. ഈജിപ്തിലെ രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ അറിയപ്പെട്ടിരുന്നത് മമ്മികൾ. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങൾ അറിയപ്പെടുന്നത് പിരമിഡുകൾ എന്നാണ്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങൾ അറിയപ്പെട്ടിരുന്നത് പിരമിഡുകൾ എന്നാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്തായിരുന്നു? കൃഷിയാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ. പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന പേരിലാണ് പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ അറിയപ്പെടുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്നതിൻ്റെ മീനിങ് എന്താണ്? വിശുദ്ധമായ എഴുത്തെന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വേർഡിൻ്റെ അർത്ഥം. എഴുത്തിനായി ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്നത് പാപ്പിറസ് ചെടിയുടെ ഇലയാണ്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് പാപ്പിറസ് ചെടിയുടെ ഇലയാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ച വ്യക്തി ആരാണ്? ഷംപോലിയോ. 1790 അതേപോലെ 1832 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് പണ്ഡിതനായിരുന്നു. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ്? നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ ഒരു വലിയ ശിലയിലായിരുന്നു ഹൈറോഗ്ലിഫിക്സ് ലിപി. ആ ശിലയുടെ പേരാണ് റൊസേറ്റോ. അവിടെയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി കണ്ടെത്തിയത്. ഈജിപ്ഷ്യൻ ജനത തയ്യാറാക്കിയ കലണ്ടർ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈജിപ്ഷ്യൻ ജനത തയ്യാറാക്കിയ കലണ്ടർ. ആ കലണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസങ്ങളായിട്ടാണ് കലണ്ടർ കണക്കാക്കിയിരുന്നത്. അത് 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ബാക്കിയുള്ള ദിവസങ്ങൾ അവരെന്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്? ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സംഭാവനകളായിട്ട് പറയുന്നതാണ് സൂര്യഘടികാരവും ജലഘടികാരവും. സൂര്യഘടികാരം അവർ നിഴലിനെ അടിസ്ഥാനമാക്കിയാണ് സമയം കണക്കാക്കുന്നത്. അതേപോലെ ജലഘടികാരത്തിൽ ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമയം കണക്കാക്കിയിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ശില്പവൈവിധ്യത്തിന് ഉദാഹരണമാണ് സ്ഫിങ്സ്. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമായിട്ടുള്ള ഒരു ശില്പമാണിത്. ആ ശില്പത്തിൻ്റെ പേരാണ് സ്ഫിങ്സ് എന്നറിയപ്പെടുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നത് വെങ്കലത്തിലായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നത് വെങ്കലത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചുമാണ്. ഈ നോട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇത് ആവർത്തിച്ച് പഠിക്കുക. കുറേ വട്ടം കേട്ടിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിതെല്ലാം. അതുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ നേടാൻ സാധിക്കത്തുള്ളൂ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ അതിനു മുമ്പ് എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്